ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ വിശുദ്ധ വ്യക്തികളെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിധത്തിലാണ് സുവിശേഷ വായന. കഴിഞ്ഞ ദിവസം നമ്മൾ സക്രിയ പ്രവാചകനെക്കുറിച്ച്, സക്രിയ പുരോഹിതൻ, എലിസബത്തിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിന് മുൻപത്തെ ദിവസം യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ഉള്ള രീതിയിലായിരുന്നു വായന. ഇന്ന് മാതാവിനെക്കുറിച്ച്. നിങ്ങൾക്ക് ആദ്യം തന്നെ ചില പ്രബോധനങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സൺഡേ സ്കൂളുണ്ട്, കാറ്റഗിസം പഠിക്കാൻ. സൺഡേ സ്കൂൾ. മുതിർന്നവരുടെ കാറ്റഗിസം എങ്ങനെയാണ്? മുതിർന്നവർക്കും കാറ്റഗിസം പഠിക്കണ്ടേ? ചിലവർ 12ാം ക്ലാസ് വരെയൊക്കെ കാറ്റഗിസം പരിശീലനം നടത്തിയവരുണ്ടാകാം, ഇതൊന്നും ചെയ്യാത്തവരുണ്ടാകാം. വിശ്വാസപരമായി എപ്പോഴും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിന് മുതിർന്നവർക്കുള്ള 2 അവസരങ്ങളാണ്. ഒന്ന്, പള്ളിപ്രസംഗങ്ങൾ. പള്ളിപ്രസംഗങ്ങളിലൂടെ പ്രബോധനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു അവസരമാണ് കുടുംബ കൂട്ടായ്മകളിലുള്ള വചന വിചിന്തനങ്ങൾ. കുടുംബ കൂട്ടായ്മകളിലുള്ള വചന വിചിന്തനങ്ങൾ, ഇത് രണ്ടും ഒഴിവാക്കരുത്. ഒരു വ്യക്തി ഒരിടവകയിൽ അംഗമാണെന്നതിൻ്റെ തെളിവുകളാണിത്. ഞായറാഴ്ച പള്ളിയിൽ പോവുക, കുടുംബ കൂട്ടായ്മയിൽ സഹകരിക്കുക. ഇതല്ലാതെ വികാരിയച്ഛൻ എങ്ങനെ മനസ്സിലാക്കാനാണ് നമ്മൾ ആ ഒരു ഇടവകയിൽ അംഗമാണെന്ന്? നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ, അയാൾ പള്ളിയോട് സഹകരിക്കുന്നയാളാണ് എന്ന് പറയാൻ ഈ 2 അവസരങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ, അത് ആ പ്രാർത്ഥന, ദൈവകൃപ നിറഞ്ഞ വളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. യഥാർത്ഥത്തിൽ ട്രാൻസ്ലേഷൻ ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. എങ്ങനെ മലയാളത്തിൽ നന്മ നിറഞ്ഞവളെ എന്ന് വന്നത് അതറിയില്ല. മറ്റു ഭാഷകളിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്, ഗ്രേസ് എന്നാണ്, കൃപ നിറഞ്ഞ മറിയമേ. മലയാളത്തിൻ്റെ പോലെയാണെങ്കിൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗുഡ്നെസ് എന്ന് വരണ്ടേ, നന്മ നിറഞ്ഞ മറിയം. ഇനി ഹിന്ദിയിലെ പ്രണാം മരിയ കൃപാപൂർണ്, പ്രഭു തേരെ സാത്തിയെ, പ്രണാം മരിയ കൃപാപൂർണ്, അങ്ങനെയാണ്, കൃപാപൂർണ്, നന്മപൂർണ് എന്നല്ല. ഇനിയും ആവേ മരിയ ഗ്രാസിയ പ്ലേന, ഗ്രാസിയ പ്ലേന, ഗ്രാസിയ എന്ന് പറഞ്ഞ കൃപയ, അത് ലാറ്റിൻ ഭാഷയിൽ. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. തമിഴ് അരുൾ നിരന്തേ മറിയ വാഴുക, അരുൾ കൃപ നിറഞ്ഞ മറിയമേ വാഴുക. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വന്നത്? ചില വിഭാഗക്കാർ, എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് ഇൻ ജീസസോ ഏതോ വിഭാഗക്കാർ, അവർ കൃപ നിറഞ്ഞ മറിയമേ എന്നാണ് ചൊല്ലുന്നത്. അപ്പോൾ ഇനിയും ഒരാശ്വാസമുള്ളത്, തമിഴിൽ കുർബാന സ്വീകരണത്തിന് നന്മ വാങ്ങുക എന്നല്ലേ പറയുക, നന്മ വാങ്ങുക എന്നാണ് ഞാൻ മനസ്സിലാക്കുക. തമിഴിൽ നന്മ വാങ്ങുക അല്ലെ, നന്മ തന്നില്ല എന്ന് പറയും ചിലപ്പോൾ. കുർബാന തന്നില്ലെങ്കിൽ നന്മ തന്നില്ല, അച്ഛാ എനിക്ക് നന്മ താ എന്ന് പറയും, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കുർബാന നിറഞ്ഞ മറിയമേ, അത് സുന്ദരമാണ്. കുർബാന നിറഞ്ഞ മറിയമേ, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇടക്കാലങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ ചില അഡീഷൻസൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇപ്പം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ, കർത്താവ് അമ്മയോടുകൂടെ, അങ്ങനെയുള്ള ചില കൂട്ടിച്ചേർക്കലുകൾ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഭയങ്കര ഭക്തി പാരവശ്യത്തിൻ്റെയോ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ, അമ്മയുടെ ഉദരത്തിൻ്റെ. യഥാർത്ഥത്തിൽ ഗബ്രിയേൽ മാലാഖ ഇത് പറയുമ്പോൾ, ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവത്തിൻ്റെ പകരക്കാരനായിട്ടാണ് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഇത് പറയുക.
അപ്പോൾ ദൈവം പറയുന്നത് പോലെ തന്നെയാണ്. മറിയം പിതാവായ ദൈവത്തിൻ്റെ അമ്മയാണോ? പിതാവായ ദൈവത്തിൻ്റെ അമ്മയല്ല. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ എന്ന് പറയുന്നത് അത് തെറ്റാണ്, തെറ്റായ പ്രയോഗമാണ്. പൊതുവേദികളിൽ പൊതുവായി ജപമാല ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലാൻ പാടില്ല. ഇനി ചില പാട്ടുകൾ അത് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ അന്തസത്ത മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഓക്കെ, കുഴപ്പമില്ല. ആദ്യത്തെ ഭാഗത്തിൽ നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, അത്രയും പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തീർന്നുപോയി. യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിട്ടുകളഞ്ഞത്. അപ്പോൾ അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരം ഈ പാട്ട് പാടി ചൊല്ലിയാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാകുമോ? ആകേല. അത് വേണമെങ്കിൽ ഒരു പാട്ടായിട്ട് നമുക്ക് പാടാം, വേണമെങ്കിൽ വേറെ ഏതെങ്കിലും അവസരത്തിൽ ഒറ്റയ്ക്കിരുന്ന് പാടുമ്പോഴോ ഒക്കെ നമുക്കൊരു പാട്ടായിട്ട് പാടാം. ഇനി അടുത്തൊരു പാട്ടും, സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും, പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. എന്നാലും ഇതിൽ മരണനേരത്തും എന്നുള്ള വാക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സഭയുടെ പ്രാരംഭ കാലയളവിൽ തന്നെ മരണനേരത്ത് പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്ന ഒരു രീതി സഭയിലുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ ആദ്യ പകുതി അത് ബൈബിളിലുള്ളതാണ്. ലൂക്ക 1:28 ലൂക്ക 1:42 മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നതും മറിയത്തോട് എലിസബത്ത് പറയുന്നതുമാണ്. രണ്ടാമത്തെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ എന്ന ഭാഗം അത് പല കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട് വന്നിട്ട് 1568 ട്രെൻഡ് സൂനകദോസിൽ വെച്ച് 5-ാം പിയൂസ് പാപ്പയാണ് ആ പ്രാർത്ഥനയുടെ ഒരു യഥാർത്ഥ രൂപം നമുക്ക് സഭയിലൂടെ നൽകിയത്. അപ്പോൾ മരണനേരത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒമിറ്റ് ചെയ്യാൻ പാടില്ല, അത് വിട്ടുകളയാൻ പാടില്ല. അപ്പോൾ ഈ ചില പാട്ടുകൾക്ക് മുടന്തുണ്ട്. ആ പാട്ടുകൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായി ചൊല്ലാൻ പാടില്ല എന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചൊല്ലിയാൽ കാറ്റഗിസം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നന്മ നിറഞ്ഞ മറിയമേ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ അല്ലെങ്കിൽ അമ്മുമ്മ ഭക്തിപാരവശ്യം മൂത്ത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ അങ്ങനെയൊക്കെ തോന്നിയ പോലെ ചൊല്ലാൻ തുടങ്ങിയാൽ കൊച്ചിന് കൺഫ്യൂഷനാവും, ഇതേതാണ് ശരി. അങ്ങനെ വരുമ്പോൾ സഭയുടെ കാലഘട്ടങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പ്രാർത്ഥനയ്ക്ക് മറ്റൊരു രൂപം വരും. ലോപിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. വിശ്വാസം അതേപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട നമ്മൾ വിശ്വാസം അതേപോലെ കൈമാറ്റം ചെയ്യപ്പെടാത്തവരായി മാറും. അത് വലിയ തെറ്റാണ്. വിശ്വാസം അതേപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, കൂട്ടിച്ചേർക്കലുകളും പാടില്ല എന്നതാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അച്ഛൻ തൃശ്ശൂർ രൂപതയിലൊരു അച്ഛനാണ്. അച്ഛൻ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊരു പാട്ട് ഇങ്ങനെ എഴുതി, അതിൽ എല്ലാ ചേരുവകളും ചേർത്ത് രൂപീകരിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ ധന്യ നീ, നിന്നുദര ഫലം ഈശോ എന്നും അനുഗ്രഹീതൻ, പരിശുദ്ധ മേരി തമ്പുരാൻ്റെ അമ്മേ പാപികൾ ഞങ്ങൾക്കായി ഇപ്പോഴും മൃത്യുവിൻ നേരത്തും പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഈ പാട്ടിന് അച്ഛൻ എങ്ങനെ കിഡ്നിയൊക്കെ ഡൊണേറ്റ് ചെയ്ത് വലിയ അഭിഷേകത്തിൽ എഴുതിയത് കൊണ്ട്
അതിന് ഒരു കുറവില്ല. അങ്ങനെ ചില നല്ല പാട്ടുകളുണ്ട്, അത് കണ്ടുപിടിച്ച് പഠിച്ച് പാടണം. വായി തോന്നണത് പാടാൻ പാടില്ല. അത് നമ്മൾ വിശ്വാസത്തിനെതിരെ ചെയ്യുന്ന തെറ്റാണ്. ഇനി അതൊരു കാര്യമാണ്, അതൊരു പ്രബോധനമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മറിയം ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴെന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യാറുണ്ടോ? പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യാറുണ്ടോ? പരിശുദ്ധാത്മാവിനെ വിളിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്താൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ, മറിയത്തിന് എങ്ങനെയാണ് കുഞ്ഞുണ്ടായത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ്. അപ്പോൾ അത് ദിവ്യഗർഭമാണ്. മനുഷ്യരെ നമുക്ക് പരിശുദ്ധ മറിയത്തെ പോലെ ദിവ്യഗർഭം ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാം കുഞ്ഞുങ്ങളുണ്ടാകാൻ. അത് പരിശുദ്ധാത്മാവ് നൽകും. ഇനിയും വിവാഹ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ജ്ഞാനം. എവിടെയെങ്കിലും ഉള്ളൊരു ആളെ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. ഇനി ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് പോയാൽ ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ വെളിപ്പെടുത്തി തരും എന്ന് പറയുന്നൊരു സംഭവമില്ലേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചിട്ട് പോയാൽ. ഇനി ഓർമ്മശക്തി ലഭിക്കാനായിട്ട് യോഹന്നാൻ 14:26, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളവ നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്കിത് വളരെ ഉപകാരമായിരിക്കും. യോഹന്നാൻ 14:26 പ്രാർത്ഥിച്ചാൽ ഓർമ്മശക്തി കിട്ടും. ഇനി ധൈര്യം ലഭിക്കാൻ അപ്പോസ്തല നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പം ധൈര്യം, ആത്മധൈര്യം, ഭയമൊക്കെ വിട്ടുമാറും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ. അപ്പോസ്തല നടപടി 1:8. ഇനിയും സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പീഡകൾ ഏൽക്കേണ്ടി വരും. ശിഷ്യന്മാരോട് പറയുന്ന ഭാഗത്ത് മത്തായി 10:19, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരും. ഇനി സൗഖ്യം ലഭിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെ പരിശുദ്ധാത്മാവ്, ഇവിടെ നിറച്ച് പ്രാവാണല്ലോ, നിങ്ങൾക്ക് ആ സിംബോളിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രാവിന് ചിറകുണ്ട് ഇല്ലേ? മലാക്കി പ്രവചനം 4:2 ഒരു വചനമുണ്ട്, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അതേത് കോണ്ടെക്സ്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ അത് പരിശുദ്ധാത്മാവാണ്, പ്രാവിൻ്റെ ചിറകിൽ സൗഖ്യമുണ്ട് എന്ന് ഞാനങ്ങനെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ആശുപത്രിയിലുണ്ടെങ്കിൽ, ക്യാൻസർ രോഗ ചികിത്സയായിട്ട് റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ ആയിട്ട് വീടുകളിലെ ചികിത്സയിൽ ഈ സമയം ഇപ്പോൾ ആശുപത്രിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ പ്രാവിൻ്റെ രൂപത്തിൽ പറന്ന് ആ വ്യക്തിയുടെ കിടക്കയുടെ അടുക്കലേക്ക് ചെല്ലണമേ, കിടക്കയുടെ മീതെ തലങ്ങും വിലങ്ങും പറക്കണമേ, അച്ചിറകടി സ്വരം കേൾപ്പിക്കണമേ, പ്രാവിൻ്റെ കുറുകൽ സ്വരം കേൾപ്പിക്കണമേ. അതൊരു ദിവ്യാനുഭവമാണ്. അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട്. അപ്പോൾ ആ കിടക്കയുടെ മീതെ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറക്കുമ്പോൾ സൗഖ്യം വന്ന് ആ ദേഹത്തേക്ക് വീഴും. അതൊരു ദിവ്യ അനുഭവമല്ലേ? സൗഖ്യം തരണേ, സൗഖ്യം തരണേ, സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം, ഓ പരിശുദ്ധാത്മാവേ പറന്നു വരണമേ, സൗഖ്യത്തിൻ്റെ ചിറക് വിരിച്ച് പറക്കണമേ, ആ ചിറകടി സ്വരം കേൾപ്പിക്കണമേ, പ്രാവിൻ്റെ കുറുകൽ സ്വരം കേൾപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതൊരു ദിവ്യമായ അനുഭവം. സ്വർഗീയ അനുഭവം ചോദിച്ചാൽ അതാണ് നല്ലത്. സ്വർഗീയ അനുഭവങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചെറിയ ചെറിയ ഭൗമിക അനുഗ്രഹങ്ങൾ ചോദിക്കാതെ സ്വർഗീയ അനുഭവങ്ങൾ ചോദിക്കും. ഇനി ഈ സുവിശേഷ ഭാഗത്തുനിന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന മറ്റൊരു ചിന്തയാണ് ലൂക്കാ 1:37, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ലൂക്കാ 1:37, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് സാധിക്കും. മനുഷ്യന് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കും. ഒരു വിശ്വാസി ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ കാര്യം അതാണ്. എന്നെക്കൊണ്ട് പറ്റണില്ല കർത്താവേ, നീ എന്നെ ഒന്ന് സഹായിക്കും, നിനക്കെല്ലാം സാധിക്കും. കല്ലറ പിളർന്ന് പുറത്തു വന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് അത് സാധിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമ്പുരാന്, സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി പുത്രനെ നൽകാൻ കഴിയുന്ന തമ്പുരാന്
നമുക്ക് വേണ്ടി ബാക്കിയുള്ളതെല്ലാം നൽകാൻ സാധിക്കും. റോമ 8:32. ഇനി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-14 കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഇത് സാറായോടെ വസന്തത്തിൽ ഞാൻ തിരികെ വരും, അപ്പോൾ ഒരു മകനുണ്ടായിരിക്കും. ഒരു ചിരി ചിരിക്കും സാറ. ആ ചിരി കളിയാക്കലാണെന്ന് നമ്മൾ വിചാരിക്കും. ദൈവദൂതൻ ചോദിക്കും, എന്തിനാണ് നീ ചിരിച്ചത്? പേടിച്ചിട്ട് പറയും, ഞാൻ ചിരിച്ചില്ലെന്ന് പറയും. അപ്പോൾ ദൈവദൂതൻ പറയുന്ന മറുപടിയാണ്, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? സാറ, നീ എന്തിനാ ചിരിക്കണത്? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-27 ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. ഇനി അബ്രഹാം മോറിയ മലയിൽ അബ്രഹാത്തിന് ഇസഹാക്കിന് പകരം ഒരു ആടിനെ കൊടുക്കും ബലിയർപ്പിക്കാൻ. അപ്പോൾ അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഈര് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ മലയിൽ കർത്താവെല്ലാം പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഈ വേളാങ്കണ്ണി തീർത്ഥാടനത്തിൽ എത്രയോ പേർക്കാണ് വ്യക്തിപരമായ അനുഭവങ്ങളുള്ളത്. പണ്ട് പബ്ലിക്കായിട്ട് പൊതുവായ അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുടന്തനായ പാലം നടന്നതും പാൽക്കാരൻ്റെ പാൽ നിറഞ്ഞു തുളുമ്പിയതും ആ കപ്പൽ യാത്രയിൽ പോർച്ചുഗീസുകാർ രക്ഷപ്പെട്ടതും അതുപോലെ ഇപ്പോൾ പ്രകടമായ അങ്ങനത്തെ അത്ഭുതങ്ങൾ ചിലപ്പോൾ നടക്കുന്നില്ലായിരിക്കാം. പക്ഷേ വ്യക്തിപരമായിട്ട് കുറേ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പള്ളിയിൽ കർത്താവ് എനിക്ക് വേണ്ടത് ചെയ്യും. അങ്ങനെ ഒന്ന് വിശ്വസിച്ചേ. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 10-27 ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം, ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ. ഒട്ടക സൂചിക്കുഴയിലൂടെ കടക്കില്ലല്ലോ. പക്ഷെ ആ വചനം പറയുന്നതാണ്, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. ഒരു ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറാൻ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിനെല്ലാം സാധിക്കും. മർക്കോസ് 10:27 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിനെല്ലാം സാധിക്കും. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരിടപെടൽ ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓരോരുത്തർക്കും നിങ്ങളെക്കൊണ്ട് കൂടാത്ത വലിയൊരു ക്രിസ്മസ് സമ്മാനം ചോദിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ.